ഞായറാഴ്ച തോറും നാം അനുവർത്തിച്ചു വരുന്ന അന്വേഷണ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ധ്യാന പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടെ ഏവർക്കും സ്വാഗതം. ഇന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൻ്റെ ഒരു ഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ച് സുപ്രധാനമായ പരക്കെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ചില ആത്മീയ സത്യങ്ങൾ, സാധ്യതകൾ ഒരുമിച്ച് ചിന്തിക്കുകയും ചിന്തിക്കുന്നതിൽ കൂടെ കൂടുതൽ വ്യക്തത കൈവരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. യേശു പറയുന്നു, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും. യേശുവിൻ്റെ എല്ലാ പ്രസ്താവനകളും പ്രത്യേകിച്ച് 2 ഘടകങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എന്ന് സുവിശേഷങ്ങൾ അല്പം ശ്രദ്ധയോടെ വായിക്കുകയും അതിൻ്റെ അർത്ഥങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിട്ടുള്ള ഏവരുടെയും ശ്രദ്ധയിൽ തീർച്ചയായും പതിക്കുവാനിടയാകുന്ന ഒരു സത്യമാണ്. ആ 2 കാര്യം എന്താണ്? ഒന്ന്, മനുഷ്യൻ്റെ ഇഹലോക അവസ്ഥ, ദ ഹ്യൂമൻ കണ്ടീഷൻ ഇൻ ദിസ് വേൾഡ്. അത് ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു ഘടകമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. വേദപുസ്തകം എന്നത് ആദ്യം മുതൽ അവസാനം വരെ ദൈവം മനുഷ്യൻ്റെ അവസ്ഥയോട് ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന അനന്തമായ ഒരു തുടർ കഥയുടെ ചിത്രീകരണമാണ്. രണ്ടാമത്, അങ്ങനെ ഇഹലോക വാസത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന അവസ്ഥ, അതിനിൽ വെളിച്ചം വീശുവാനായി വിഭാവന ചെയ്ത് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള മതം, അതിൻ്റെ അവസ്ഥ എന്താണ്? മതം ഏത് വിധത്തിലാണ് മനുഷ്യൻ്റെ അവസ്ഥയോട് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ ആ അവസ്ഥയുടെ സത്യത്തെ വെളിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ മറച്ചു വയ്ക്കുന്നത്? വെളിച്ചത്തെ മറച്ചു വയ്ക്കുക എന്നത് മനുഷ്യൻ്റെ സാർവലൗകികമായ സ്വഭാവമാണ് എന്ന് യേശു തിരിച്ചറിയുകയും അത് വ്യക്തമായി ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ വ്യക്തിയുടെയും അനുഭവം തന്നെ ഉള്ളിലെ വെളിച്ചം മറച്ചു വച്ചിട്ട് പിന്നെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്നത് പോലെയാണ് എന്ന് യേശു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഞാൻ ഇതിനു മുൻപ് പല തവണയും പരാമർശിച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോൾ കൂടുതലായി ആ വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല, എന്നെ സമയം അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് നാം വ്യക്തമായി നമ്മുടെ മനസ്സിൽ കുറിച്ചു. 2 ഘടകങ്ങൾ. ഒന്ന്, മനുഷ്യൻ്റെ ഇഹലോക അവസ്ഥ എന്താണ്? വാട്ട് ഈസ് ദ ഹ്യൂമൻ കണ്ടീഷൻ ഹിയർ അപ്പോൺ ദി എർത്ത്. 2, മതങ്ങളുടെ കാഴ്ചപ്പാടും ലക്ഷ്യബോധവും പ്രവർത്തന രീതിയും എങ്ങനെയാണ്? മതം എപ്രകാരമാണ് മനുഷ്യൻ്റെ അവസ്ഥയോട് ബന്ധം പുലർത്തുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥയെ അവഗണിക്കുന്നത്? ഈ 2 ഘടകങ്ങൾ. യേശു നടത്തിയ എല്ലാ പ്രസ്താവനകൾക്കും ഈ 2 ധ്വനികൾ, പോയിൻറ്റ്സ് ഓഫ് റെഫറൻസ് ഉണ്ടായിരിക്കും. അത് നാം ഇപ്പോൾ പരിഗണിക്കുന്ന ഈ ഒരു പ്രസ്താവനയ്ക്കും വളരെ വളരെ പ്രസക്തമാണ്. അന്വേഷിപ്പീൻ കണ്ടെത്തും എന്ന് യേശു പ്രത്യേകം ഊന്നൽ കൊടുത്ത് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, നിലവിലിരിക്കുന്ന മതദർശനങ്ങൾ, സമീപനങ്ങൾ, മതത്തെ മനുഷ്യർ നിലനിർത്തുന്ന വിധം അത് അന്വേഷണം ഉൾക്കൊള്ളുന്നതല്ല. പിന്നെയോ അതിനെ ആകെപ്പാടെ അടക്കി ഭരിക്കുന്ന സമീപനം അല്ലെങ്കിൽ ഘടകം അന്വേഷണമല്ല, ആചാരമാണ്. ഇത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നതും നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റേണ്ടതുമായ
ഒരു വ്യത്യാസമാണ്. ഇറ്റ് ഈസ് എ കോൺട്രാസ്റ്റ് that we cannot afford to neglect or overlook, though this has been traditionally overlooked. അതുകൊണ്ട് തന്നെ വളരെ സാവകാശത്തിൽ മനസ്സിനെ കേന്ദ്രീകരിച്ച് നാം ഗ്രഹിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ആദ്യമേ തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് ഈ പ്രസ്താവനയുടെ ആത്മീകമായ പൊരുൾ അന്വേഷിപ്പാൻ സാധ്യമാകുകയുള്ളൂ. നിലവിലിരിക്കുന്ന മതബോധം, മതസമീപനം മതത്തെ മനസ്സിലാക്കുകയും മതത്തെ ആചരിക്കുകയും ചെയ്യുന്ന വിധത്തിൽ അന്വേഷണം എന്നത് അല്പം പോലും പ്രവർത്തിക്കുന്നില്ല. അത് 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ ഒരു പടി കടന്ന് നമ്മുടെ കാലത്തും അത് അന്വർത്ഥമാണ്. ഈ 2000 വർഷം കൊണ്ട് ഈ കാതലായ പ്രശ്നത്തിലൊരു പുരോഗതി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ പ്രശ്നം കൂടുതൽ വഷളായിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ കൂടെ തന്നെ നാം അള്ളിപ്പിടിച്ചു നിൽക്കുന്ന മതസങ്കല്പങ്ങളെയും ആചാരങ്ങളെയും കുറച്ചുകൂടെ വിമർശനാത്മകമായി സത്യത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് പുനഃപരിശോധിക്കുവാനുള്ള ആവശ്യവും കടമയും നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമാകേണ്ടതാണ്. എന്നാൽ മതമേഖലയിൽ നിന്ന് മനുഷ്യൻ്റെ അന്വേഷണ ബുദ്ധിയെ അകറ്റി നിർത്തിയിരിക്കുന്നത് കൊണ്ട് ഇതിലെന്തെങ്കിലും അപാകതയുണ്ട് എന്ന് തിരിച്ചറിയുവാൻ മനുഷ്യർക്ക് ഒരിക്കലും കഴിയാത്ത വിധത്തിലാണ് ആളുകൾ സംരക്ഷിക്കപ്പെട്ട് പോരുന്നത്. തങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ കാര്യമായ പന്തികേടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുവാൻ ആരും കൂട്ടാക്കാത്തതാണ് ഉപയോഗശൂന്യമായ, ഫലശൂന്യമായ മത ആചാരങ്ങളും സങ്കല്പങ്ങളും മാറ്റമില്ലാതെ ചിതൽപ്പുറ്റുപോലെ അങ്ങനെ ഇരിക്കുന്നത്. മനുഷ്യൻ അതിൻ്റെ ഭാരം പേറിയാണ് നടക്കുന്നത്. അതുകൊണ്ട് അവന് യാതൊരു പ്രയോജനവുമില്ല എന്ന് മാത്രവുമല്ല, അവൻ്റെ നന്മ ഉള്ളതുമില്ലാതാകുന്ന ഒരു അവസ്ഥ ഇതിൽ കൂടെ സംജാതമാകുന്നുണ്ട് എന്നത് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ടെന്നാണ് യേശു ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രസ്താവനയിൽ ഒരു വലിയ ആഹ്വാനമുണ്ട്. അതെന്താണ്? നിങ്ങൾ മതമേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ, നിങ്ങൾ മതത്തെ മനസ്സിലാക്കുമ്പോൾ, മതത്തെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവശ്യം തിരിച്ചറിയേണ്ടത് ഈ മേഖലയിൽ, ഈ തട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥ ആചാരത്തിൻ്റെ അവസ്ഥ മാത്രമാണ്. നിങ്ങൾ നിർവഹിക്കുന്നത് ആചാരങ്ങൾ മാത്രമാണ്. അതിൽ നിന്ന് അന്വേഷണത്തിലേക്ക് പ്രവേശിക്കേണ്ട, പുരോഗമിക്കേണ്ട, മുൻപോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു ആവശ്യമുള്ളത് എന്ന് ന്യായമായും ചോദിക്കണം. അതുകൊണ്ട് ആ ഒരു ചോദ്യത്തെ നമുക്ക് അല്പമൊന്ന് അഭിമുഖീകരിക്കാം. ആചരണങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങൾ എന്നാൽ എന്താണ്? നമുക്കറിയാം, എല്ലാ ആചാരങ്ങളുടെയും പിറകിൽ ചരിത്രപരമായി ഒരു കാലത്ത് ചില അർത്ഥവത്തായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട്, ഞായറാഴ്ച തോറും ക്രിസ്ത്യാനികൾ അവരുടെ പൊതു ആരാധനാക്രമത്തിൽ സത്യകർമ്മം അല്ലെങ്കിൽ കുർബാന അല്ലെങ്കിൽ ദിവ്യബലി ആചരിക്കുന്നുണ്ട്. അത് ചരിത്രപരമായി നാം പുറകോട്ട് നടന്ന് അതിൻ്റെ ആവിർഭാവം പരിശോധിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അത് വളരെ അർത്ഥവത്തായ ഒരു അനുഭവത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് യേശു തൻ്റെ ശിഷ്യന്മാരുമായി നടത്തിയ, അനുഭവിച്ച, ആഘോഷിച്ച ആ അന്ത്യ അത്താഴം തന്നെയാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഈ അന്ത്യ അത്താഴം അനുഭവിക്കുമ്പോൾ അതൊരാചാരമായിരുന്നില്ല, അതൊരനുഭവമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം അനുഭവം എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരുമായി അനുഭവിച്ച ആ അന്ത്യ അത്താഴം അതൊരാചാരമായിരുന്നില്ല, അത് തികച്ചും അർത്ഥവത്തായ, അർത്ഥഗാംഭീര്യമുള്ള, ആത്മാവിൻ്റെ ആഴങ്ങളെ സ്പർശിക്കുവാൻ പര്യാപ്തമായൊരു അനുഭവമായിരുന്നു. എന്നാൽ ഈ അനുഭവങ്ങളിൽ നിന്ന് വിശ്വാസ സമൂഹം കാലക്രമേണ അകന്ന് പോയപ്പോൾ
ഈ അനുഭവങ്ങൾ അത് വെറും റിപ്പോർട്ടായി മാറിയപ്പോൾ ഇങ്ങനെ സംഭവിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് കേട്ടവർ അടുത്ത തലമുറയോട് റിപ്പോർട്ട് ചെയ്തു. രണ്ടാമത്തെ തലമുറ ഇത് കേട്ടിട്ട് മൂന്നാമത്തെ തലമുറയ്ക്ക്, മൂന്നാമത്തെ തലമുറ കേട്ട് നാലാമത്തെ തലമുറയ്ക്ക്, അങ്ങനെ തലമുറകളോട് റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ആദ്യത്തെ ഇതിൻ്റെ മാതൃക അനുഭവങ്ങളുടെ എന്താണ് പറയുന്നത്, ചലനം കൊണ്ട്, ശക്തി കൊണ്ട്, ഗാംഭീര്യം കൊണ്ട്, അതിൻ്റെ ഉൾവീര്യം കൊണ്ട് തുടിച്ചിരുന്നുവെങ്കിൽ കാലം കഴിഞ്ഞതോടുകൂടെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് വന്ന ഈ കാര്യത്തിന് അതിൻ്റെ ഉള്ളിൽ അനുഭവം ഒട്ടുമില്ലാതെ ആചാരമായി മാറി. അനുഭവവും ആചാരവും തമ്മിൽ ഉള്ള ബന്ധം മനസ്സിലാക്കുന്നതിന്, അല്ലെങ്കിൽ വ്യത്യാസം മനസ്സിലാക്കുന്നതിന് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു എന്തിൻ്റെയും ഒരു കായ എടുത്താൽ, ഇപ്പോൾ ഒരു കപ്പലണ്ടി എടുത്താൽ, അല്ലെങ്കിൽ ഒരു തേങ്ങ എടുത്താൽ, അതിന് രണ്ട് ഘടകങ്ങളുണ്ട്. അതിന് തേങ്ങയ്ക്ക് ചിരട്ടയുണ്ട്, ചിരട്ടയ്ക്കകത്ത് കാമ്പുണ്ട്. അനുഭവങ്ങൾ കാമ്പാണെങ്കിൽ ആചാരങ്ങൾ ചിരട്ടയായിരിക്കും. അപ്പോൾ ആചാരത്തിൽ മാത്രം തങ്ങി നിൽക്കുന്നവർ, ആചാരങ്ങൾ ഒരു കാലത്ത് അനുഭവങ്ങൾ കൂടെ ആയിരുന്നു, അനുഭവങ്ങൾ വലിയ പ്രത്യേകതയുള്ളതും അർത്ഥവത്തായതുകൊണ്ടും മാത്രമാണ് ആചാരങ്ങൾക്ക് സാധൂകരണം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാത്തവർ, തേങ്ങ എന്ന് പറഞ്ഞാൽ ചിരട്ട മാത്രമാണ് എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ വഴുതിപ്പോകും. അതിനുശേഷം അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ കാമ്പ് കാണരുത്, ചിരട്ടയിട്ട് ഉരച്ചാൽ മതി. പാചകം ചെയ്യുന്ന കാര്യത്തിൻ്റെ മേളിൽ രണ്ട് ചിരട്ടയിലിട്ട് ഉരച്ചുകൊണ്ടിരുന്നാൽ ചിരട്ട എന്നൊരാചാരം കൊണ്ട് പാചകം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചി വരും. എത്ര ശക്തിയായി ചിരട്ട ഉരയ്ക്കുന്നുവോ അത്രയും കൂടുതൽ രുചി വരും എന്ന ഒരു ധാരണ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ആ ധാരണ വളരെ ഭയഭക്തിയോടെ ജനങ്ങളെ തലമുറകളായി അറിയിച്ചുകൊണ്ടേ ഇരുന്നാൽ ജനം അത് മാത്രമാണ് ആത്യന്തികമായ സത്യമെന്ന് വിശ്വസിക്കുകയും, ഈ തേങ്ങയുടെ ഉള്ളിൽ വെള്ള നിറത്തിലുള്ള കാമ്പുണ്ടായിരുന്നു, അതിനകത്ത് ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരെ കല്ലെറിഞ്ഞ് കൊല്ലുകയും ചെയ്യും. ഇങ്ങനെയാണ് മതം പുരോഗമിക്കുന്നതെന്ന് ചരിത്രപരമായി ഞാൻ പഠിച്ചതിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാൻ നിരീക്ഷിച്ചതിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ യേശു പറയുന്നത്, നിങ്ങൾ മതമാകുന്ന തേങ്ങ അതിനെ ദയവായി ചിരട്ടയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചിരട്ടയ്ക്കകത്ത് ഒരു കാര്യം ഇരിപ്പുണ്ട്, അതിനെ നിങ്ങൾ അന്വേഷിപ്പീൻ. അപ്പോൾ ബാഹ്യമായി നോക്കുമ്പോൾ തേങ്ങ ചിരട്ട മാത്രമാണ്. എന്നാൽ അത് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് നോക്കുമ്പോൾ അതിനകത്ത് അതിനേക്കാൾ മനോഹരമായ, യഥാർത്ഥത്തിൽ ഗുണമേന്മയുള്ള, പോഷകങ്ങളുള്ള മറ്റൊരു സാധ്യത കണ്ടെത്താൻ കഴിയും. ഇതാണ് യേശു പറഞ്ഞത്. നിങ്ങൾ അന്വേഷിപ്പീൻ, കണ്ടെത്തും. നിങ്ങൾ ആചാരങ്ങളിൽ മാത്രം തങ്ങി നിന്നാൽ തേങ്ങയുടെ ചിരട്ട ഇട്ടൊരയ്ക്കാനോ ചിരട്ട മണക്കാനോ ചിരട്ടയെപ്പറ്റി വഴക്കുണ്ടാക്കുവാനോ നിങ്ങൾക്ക് സാധ്യമാകുകയുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന നന്മ, അതെൻ്റെ തേങ്ങയാകട്ടെ, എൻ്റെ വെള്ളമാകട്ടെ, അത് അനുഭവങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് ചിരട്ട വിഴുങ്ങാൻ സാധ്യമല്ല, പക്ഷേ തേങ്ങ കഴിക്കാൻ സാധിക്കും, തേങ്ങയുടെ വെള്ളം കുടിക്കാൻ സാധിക്കും. അപ്പോൾ ആചാരത്തിൽ നിന്ന് അനുഭവത്തിലേക്ക് നിങ്ങൾ പുരോഗമിക്കണമെന്നാണ് യേശു പറയുന്നത്. എന്നാൽ യേശുവിൻ്റെ കാലത്ത് സ്ഥിതി ചെയ്തിരുന്ന മതം, അത് യഹൂദ മതം, മറ്റെല്ലാ മതങ്ങളും, അനേക മതങ്ങളൊന്നും ഉണ്ടായിരുന്നു. നാം ഇപ്പോൾ അനുവർത്തിക്കുന്ന യേശുവിൻ്റെ പേരിൽ എന്ന് പറഞ്ഞ് അനുവർത്തിക്കുന്ന, ആചരിച്ചു വരുന്ന മതവും തേങ്ങ എന്ന് പറഞ്ഞാൽ ചിരട്ട മാത്രമാണ് എന്ന് നിർബന്ധിക്കുന്ന സമീപനത്തിൽ അടിയുറച്ചു നിൽക്കുന്നതാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ അനുഭവം അല്പം പോലും ഇല്ല തന്നെ. ഞാൻ ആവർത്തിക്കുന്നു, നമ്മുടെ മത ആചാരങ്ങളിൽ അനുഭവം അല്പം പോലുമില്ല. നമ്മൾ ഞായറാഴ്ച തോറും നമ്മുടെ ക്രിസ്തു മതം എന്ന് പറയുന്നത്, ക്രിസ്തു മാർഗമല്ല, ക്രിസ്തു മതമെന്ന് നമ്മൾ പറയുന്നത്, ഞായറാഴ്ച മാത്രം നമ്മൾ പള്ളിയിൽ പോയി അവിടെ നടക്കുന്നതിൽ പങ്കെടുക്കുന്നതിലുള്ള മതമാണ്. വേറെ ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല.
അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ചില കാര്യങ്ങളൊക്കെ ഏറ്റവും പ്രധാനമാണെന്ന് പഠിപ്പിക്കുകയും ചില വിശ്വാസ പ്രമാണങ്ങൾ, ചില പാരമ്പര്യങ്ങൾ, ചില ആചാരങ്ങൾ അത് നീട്ടിച്ചൊല്ലണം. ചിലടത്ത് കുനിഞ്ഞു നിൽക്കണം, ചിലടത്ത് കുരിശ് വരയ്ക്കണം, ചിലത് മുട്ടുമടക്കണം, ചിലടത്ത് കൈവിറപ്പിക്കണം, ചിലടത്ത് ബാറയ്ക്ക് മോറനടിക്കണം, ചിലടത്ത് കുറിയോലേശ്വരം വിളിച്ച് പറയണം. പിന്നെ ബന്ധക്കോസ്തുകാരാണെങ്കിൽ ആലറണം, ചാടണം, മറുഭാഷ പറയണം. ഇതെല്ലാം ആചാരങ്ങൾ മാത്രമാണ്. ഇതിലൊന്നും യാതൊരു അനുഭവവുമില്ല. അപ്പോൾ നിങ്ങൾ വിശക്കുമ്പോൾ ചിരട്ട നക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എന്ത് തൃപ്തി വരും? അതേ സാധ്യത മാത്രമേ നിങ്ങളിപ്പോൾ അറിയുന്ന മതസമീപനത്തിൽ, മതബോധത്തിലുള്ളൂ എന്നതാണ് യേശു പറയുന്നത്. പക്ഷെ അത് പറഞ്ഞാൽ അത് സത്യമാകൊണ്ട് ഇന്നും പറയുന്നയാൾ ക്രൂശീകരിക്കപ്പെടും. ഇതൊരു സത്യമാണ്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അന്വേഷിക്കുക എന്നത് മനുഷ്യൻ്റെ ആത്മീകമായ സംതൃപ്തിക്ക്, വളർച്ചയ്ക്ക്, ഫലപുഷ്ടിയുള്ള വ്യക്തിത്വം പാലിക്കുന്നതിന് അനിവാര്യമായ ഒരച്ചടക്കമാണ്. ഇനിയും ഇതിനോട് ബന്ധമുള്ള, എന്നാൽ പ്രത്യക്ഷമായ ബന്ധമുണ്ട് എന്ന് തോന്നിക്കാത്ത മറ്റൊരു ഭാഗത്തോടു കൂടെ ചേർന്ന് ചിന്തിക്കുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാകുമെന്ന് ഞാൻ കരുതുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശു പറയുന്ന അല്പം വിചിത്രമായൊരു പ്രസ്താവനയുണ്ട്. അതെന്താണ്? അത് പലരും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. എൻ്റെ അർത്ഥം ഒന്ന് വെളിപ്പെടുത്താമോ? പലരും എത്രയോ നാളുകളായി ചോദിച്ചിട്ടുണ്ട്. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 58-ാം വാക്യം മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ യേശു 3 പേരെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന നടത്തുന്നത്. നിങ്ങൾക്കറിയാം, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. എന്താണ് ഇതിൻ്റെ അർത്ഥം? അത് ഇതിനോട് വളരെ ബന്ധമുള്ളതാണ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ സന്തോഷിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഈ മരണം എന്ന് പറഞ്ഞാലുള്ള ആ മരണത്തിൻ്റെ അവസ്ഥ എന്താണ്? അനുഭവങ്ങളിൽ നിന്നുള്ള അന്യവൽക്കരണമാണ് മരണം. ഇവിടെ ശാരീരികമായ മരണത്തെപ്പറ്റി അല്ല യേശു പറയുന്നത് എന്ന് തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല. മരിച്ചവർ എങ്ങനെയാണ് മരിച്ചവരെ കുഴിച്ചിടുന്നത്? ശാരീരികമായി, ആക്ഷരികമായി പറഞ്ഞാൽ അത് അസാധ്യമാണ്. ഇപ്പോൾ ഇത് ആക്ഷരികമല്ല, ഇത് പ്രതീകാത്മകമായൊരു പ്രസ്താവനയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ എത്രയോ പാട്ട് പാടുന്നുണ്ടല്ലോ. ജീവനുണ്ടെന്നൊരു നാമമേ ഉള്ളനിൽ ജീവനില്ലേ പരനെ എന്ന് നാം പാടുമ്പോൾ നമ്മളെല്ലാവരും മരിച്ചിങ്ങനെ മോർച്ചകളിലിരിക്കുകയാണോ എന്നല്ല എൻ്റെ അർത്ഥം. ആത്മീകമായി നാം മരിച്ച് മോർച്ചകളിലിരിക്കുകയാണെന്ന് എൻ്റെ അർത്ഥം. എൻ്റെ അർത്ഥം എന്താണ്? ഒരു ശവത്തിനും അനുഭവം എന്നൊരു സാധ്യതയില്ല. അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യ ദേഹിക്ക് മാത്രമേ അനുഭവം ഉണ്ടാകുവാൻ സാധ്യമാകുകയുള്ളൂ. എപ്പോൾ ഒരു വ്യക്തി അനുഭവങ്ങളിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടിട്ട് വെറും ആചാരങ്ങളിൽ മാത്രം തങ്ങി നിൽക്കുന്നുവോ, ആത്മീകമായി നോക്കുമ്പോൾ അവൻ മരിച്ച അവസ്ഥയിലാണ്. അവൻ ആത്മീകമായി മരിച്ച അവസ്ഥയാണ്. എൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ആദാമും ഹവ്വായും ദൈവത്തോട് അകൽച്ച പ്രാപിച്ചപ്പോൾ അവർ പോയി ഒളിച്ചിരുന്നു. അത് ആദാമിനോട് ദൈവം പറഞ്ഞു, നീ ഈ വൃക്ഷത്തിൻ്റെ ഫലം കായ്ക്കരുത്, അത് തിന്നുന്ന നാളിൽ നീ മരിച്ചു പോകും. അപ്പോൾ തിന്ന ശേഷം അവൻ എന്താണ് ചെയ്തത്? അവൻ ഒളിച്ചിരുന്നു. അതാണ് മരണമെന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്താണ് ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ? അനുഭവങ്ങളിൽ നിന്നാണ് ഒളിച്ചിരിക്കുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും ഒളിച്ചിരുന്നാൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് അനുഭവങ്ങളാണ്. ഇപ്പോൾ വാസ്തവത്തിൽ നാം വലിയ ഭയഭക്തിയോടെ, വലിയ എരിവോടെ നിലനിർത്തുകയും സംരക്ഷിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ മത സാധ്യതകളെല്ലാം ആദാം പോയി ഒളിച്ചിരുന്നതിന് സമമാണ്. നമ്മുടെ മതം നമുക്ക് ഒളിച്ചിരിക്കാനുള്ളൊരു ഇടമാണ് എന്നതുപോലും നാം തിരിച്ചറിയുന്നില്ല. അത് മരണത്തിൻ്റെ അവസ്ഥയാണ് എന്നാണ് വേദപുസ്തകത്തിൻ്റെ ആ ആഗമനമായ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മരിച്ചവർ എന്ന് പറയുമ്പോൾ അനുഭവങ്ങളിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടവർ, അന്യവൽക്കരിക്കപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കുഴിച്ചിടുക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടുക. കുഴിച്ചിടുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം, യേശു അതിന് കൽപ്പിക്കുന്ന അർത്ഥം,
താലന്തുകളുടെ ഉപമയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഒരു താലന്ത് ലഭിച്ച ഭൃത്യൻ അവൻ ലഭിച്ച താലന്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത്. കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ സാധ്യതകളെ 100% തിരസ്കരിക്കുക, ഉപേക്ഷിക്കുക, തള്ളിക്കളയുക എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ 2 ഘടകങ്ങൾ, പരസ്പര പൂരിതമായ 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, നാം ആയിരിക്കുന്ന ഈ മേഖലയിൽ, ഈ അവസ്ഥയിൽ എല്ലാം അനുഭവങ്ങളിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ട് കഴിയുകയാണ്. അങ്ങനെയുള്ളൊരു സംവിധാനത്തിൽ മനുഷ്യന് എല്ലാ സാധ്യതകളെയും, പ്രത്യേകിച്ച് അവൻ്റെ സാധ്യതകളെ കുഴിച്ചുമൂടാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് നമ്മുടെ മതജീവിതത്തിൻ്റെ പരമമായ, അല്ലെങ്കിൽ വേണ്ട, അടിസ്ഥാന തത്വമാണ്, സത്യമാണ് എന്ന് സമ്മതിക്കാൻ ആർക്കെങ്കിലും മടിയുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നാം എത്ര വർഷം, എത്ര ദശകങ്ങൾ ഇപ്പോൾ നാം അറിയുന്ന ക്രിസ്തു മതം, ക്രിസ്തു മാർഗമല്ല, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ക്രിസ്തു മാർഗവും മതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒന്നൊന്നിന് ഘടകവിരുദ്ധമാണ് വാസ്തവത്തിൽ. നാം അനുവർത്തിച്ചു വരുന്ന ക്രിസ്തു മാർഗത്തിൽ കൂടെ നാം നമ്മുടെയോ മറ്റെന്തിൻ്റെയെങ്കിലോ സാധ്യതകൾ അന്വേഷിച്ച ഒരനുഭവം നിങ്ങൾക്ക് പറയാൻ കഴിയും. ആ അന്വേഷണത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിട്ടാണ് വാസ്തവത്തിൽ നാം മതത്തെ അഭയം പ്രാപിക്കുന്നത്. നാം ദൈവത്തെപ്പോലും അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ദൈവം നമ്മുടെ അഭയമാണെന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ ചുമതലകളും, ലോകത്തിലെ എല്ലാ സാധ്യതകളിൽ നിന്നും ഒളിച്ചോടി നമുക്കല്പം പോയി ഒന്ന് മറഞ്ഞിരിക്കാനുള്ള ഒരു കുറ്റിക്കാടാണ് എന്ന വിധത്തിലാണ് പലരും ദൈവത്തെ എൻ്റെ അഭയമാണ് എന്ന് പറയുന്നത്. എന്നാൽ അതല്ല. ദൈവം എൻ്റെ അഭയമാണെന്ന് പറഞ്ഞാൽ ഭയത്തെ ഇല്ലാതാക്കുന്നവൻ. അങ്ങനെ ഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ ഞാൻ അന്വേഷിയായിത്തീരുന്നു, ഞാൻ മുൻപോട്ട് പോകുന്നു. നാം എന്തുകൊണ്ടാണ് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ മാത്രം അള്ളിപ്പിടിച്ച് നിൽക്കുന്നത്? ഭയം കൊണ്ടാണ്. എന്താണ് ഭയം? നാളെ എന്താകും? നമ്മളിപ്പോൾ അറിയുന്ന കാര്യങ്ങൾ മാത്രം അതിൽ തങ്ങി നിന്നാൽ വലിയ തട്ടുകേടുണ്ടാകുകയില്ല. പക്ഷെ അറിയാത്ത മേഖലയിലേക്ക് കടന്നു ചെന്നാൽ ആപത്തും അപകടവും വിളിച്ചു വരുത്തുകയില്ലേ എന്ന് ചോദിക്കുന്ന മിടുക്കന്മാരുണ്ട്. എന്നാൽ മനുഷ്യൻ പുരോഗമിച്ചത് മുഴുവനും, അത് ഭൗതികമായിട്ടാണെങ്കിലും ആത്മീകമായിട്ടും മനുഷ്യൻ പുരോഗമിച്ചത് മുഴുവനും അറിഞ്ഞതിൽ നിന്ന് അറിയാത്തതിലേക്ക് കടന്നു പോയപ്പോഴാണ്. അതും ഈ താലന്തുകളുടെ ഉപമയിലുണ്ട്. യജമാനൻ തൻ്റെ 3 ഭൃത്യന്മാർക്ക്, ഒരാൾക്ക് 5, ഒരാൾക്ക് 2, ഒരാൾക്ക് 1 താലന്ത് വെച്ച് കൊടുത്തപ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആദ്യത്തെ 2 നല്ലവരും വിശ്വസ്തരുമായ ദാസന്മാർ അറിഞ്ഞതിൽ നിന്ന് ഇനിയും അറിയുവാനുള്ളതിലേക്ക് അന്വേഷണ ബുദ്ധിയോടെ കടന്നു പോയപ്പോൾ അവർ ഏറ്റെടുത്ത താലന്തുകൾ വിപുലീകരിക്കപ്പെട്ടു. ടാലൻസ് മൾട്ടിപ്ലൈഡ്. എപ്പോഴാണ്? അറിഞ്ഞതിൽ നിന്ന് ഇനിയും അറിയാനുള്ളതിലേക്കുള്ള യാത്രയിലാണ് ഈ വർധന ഉണ്ടാകുന്നത്. മൂന്നാമത്തവനോ, ദുഷ്ടനായ ദാസനോ, ദുഷ്ടദാസനോ അറിഞ്ഞതിനെ മാത്രം അള്ളിപ്പിടിച്ചു നിൽക്കുന്നു. അതിലല്പം പോലും മുൻപോട്ട് പോകുവാൻ എനിക്ക് സാധ്യമല്ല. അങ്ങനെ ഞാൻ മുൻപോട്ട് പോകുന്നവനെ ഞാൻ ശരിയാക്കും. അതുകൊണ്ടാണ് അവന് താലന്ത് കൊടുത്ത യജമാനനെ അവൻ ആക്രമിക്കുന്നത്. നീ കഠിന ഹൃദയമുള്ള ഒരു മനുഷ്യനാണെന്ന് ഞാൻ അറിയുന്നു. വിതയ്ക്കാത്തത് കൊയ്യുന്ന മനുഷ്യൻ, കൊടുക്കാത്തത് പിടിച്ച് വാങ്ങിക്കുന്ന മനുഷ്യൻ. അതുകൊണ്ട് ഞാൻ കൊണ്ട് കുഴിച്ചിട്ടു. ഞാൻ കുഴിച്ചിട്ട് എന്നെ തന്നെയാണ് എന്നവന് മനസ്സിലാകുന്നത്. അവനെ തന്നെയാണ് അവൻ കുഴിച്ചിട്ടത് എന്നവന് മനസ്സിലാകുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ഇനി ഇത് കുറച്ചുകൂടെ വ്യക്തമാക്കുന്നതിന് ചില ഉദാഹരണങ്ങൾ കൂടെ പെട്ടെന്ന് പരിശോധിച്ച് നമ്മുടെ ധ്യാനം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. നമുക്കറിയാം, യേശു ദേവാലയത്തിൽ നിൽക്കുമ്പോൾ, അതിൻ്റെ ഭണ്ഡാരത്തിനടുത്ത് നിൽക്കുമ്പോൾ, അവിടെ വിധവയായ ഒരു സ്ത്രീ, അവൾ വന്ന് തനിക്കുള്ള ആകെപ്പാടെ ഉണ്ടായിരുന്ന 2 കൊച്ചു കാശ്, 2 കോപ്പർ കോയിൻസ്, വലിയ വിലയൊന്നുമില്ല, ഇപ്പം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 2 ഓരോ രൂപ നാണയങ്ങൾ അവിടെ ഇട്ടു. അപ്പോൾ യേശു മനസ്സിലാക്കുന്നു, അവൾ തനിക്കുള്ളതെല്ലാം അവിടെ ദാനം ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് യേശു എന്തുകൊണ്ടാണ് അതിന് വില കൊടുക്കുക? എന്തിനാണ് യേശുവിടെ വില കൊടുക്കുന്നത്? തീർച്ചയായും അവളിട്ട ആ ഒഫർട്രി, അല്ലെങ്കിൽ അവളിട്ട ദാനത്തിൻ്റെ വലിപ്പം കൊണ്ടല്ല, അവൾ അർപ്പിച്ച വഴിപാടിൻ്റെ വലിപ്പം കൊണ്ടല്ല, അത് അവൾക്കൊരനുഭവമായിരുന്നു എന്നതാണ്. എന്നാൽ ഇപ്പുറത്ത് ധനാഢ്യരായ ആളുകൾ വന്ന് അവളേക്കാൾ വളരെയധികം കൂടുതൽ ദാനമായി അവിടെ ഇടുമ്പോൾ അവർക്കതൊരു അനുഭവമല്ല, അവർക്കൊരാചാരം മാത്രമാണ്.
വാസ്തവത്തിൽ ബാക്കിയുള്ളവരും തൻ്റെ എല്ലാം അവിടെ സമർപ്പിച്ച ഈ സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം മറ്റുള്ളവർക്ക് ഒരാചാരമായിരുന്നത് അവൾക്കൊരനുഭവമായിരുന്നു എന്നതുകൊണ്ടാണ്. എന്നാൽ പിൽക്കാലങ്ങളിൽ എന്ത് സംഭവിച്ചു? അവളുടെ അനുഭവത്തെ ആശ്രയിച്ച് എത്രയോ പേർ ഇങ്ങനെ സുവിശേഷം പ്രസംഗിച്ച് നടക്കുന്നു. പ്രസംഗിച്ച് ഞാൻ ഒത്തിരി പ്രസംഗിച്ചതാണ്. പ്രസംഗിച്ചത് കൊണ്ട് ആർക്കും ഒരു ഗുണമുണ്ടായില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിതൊരു റിപ്പോർട്ട് ചെയ്യുകയാണ്. ഞാൻ റിപ്പോർട്ട് ചെയ്തു, പലതവണ പലയിടത്ത് റിപ്പോർട്ട് ചെയ്തു. ഇങ്ങനെ പണ്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അവൾക്കുണ്ടായിരുന്ന 2 ആകെ ഉണ്ടായിരുന്നത് 2 ചില്ലിക്കാശ്, അതിട്ടു. അപ്പോൾ യേശു അവളെ നോക്കി അത് പറഞ്ഞു, ഇത് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതിന് യാത്രാ വിവരണം എന്ന് വേണേൽ നമുക്ക് പറയാം. അവൾക്ക് അനുഭവമായിരുന്നത് പിൽക്കാലത്തൊരു യാത്രാ വിവരണമായി മാറി. ഇപ്പോൾ പലരും പല രാജ്യങ്ങൾ സഞ്ചരിച്ച് അവിടെ പോയി അവർ അനുഭവിച്ചത് യാത്രാ വിവരണമായി എഴുതി വയ്ക്കും, അല്ല റിപ്പോർട്ട് ചെയ്യും. നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് കസേരയിരുന്നത് കേൾക്കും. അവരവിടെ പോയി കണ്ടതും അനുഭവിച്ചതും നമ്മൾ കസേരയിരുന്ന് കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ ഇല്ലയോ നിങ്ങൾ പറ. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. മത അനുഭവം, ആത്മീയമായ അനുഭവം എന്താണ്? തൻ്റെ എല്ലാം ദാനമായി നൽകത്തക്കവണ്ണം അവിടെ ഉള്ളിൽ തിങ്ങി നിന്ന ഒരു പരിശുദ്ധമായ ആവേശമുണ്ട്. ആ ആവേശത്തെ വാക്കുകളിൽ കൂടെ ഒതുക്കുവാനോ അല്ലെങ്കിൽ ഒന്ന് വർണ്ണിച്ചു മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനോ ആർക്ക് കഴിയും? ഇല്ല. എനിക്ക് ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിക്കാൻ കഴിവുണ്ടെന്ന് വിചാരിക്കും. ഞാൻ നിങ്ങൾ ഒരു 1000 പേരിരിക്കുന്നിടത്ത് ഇതിനെപ്പറ്റി അങ്ങ് വാചാലമായി സംസാരിച്ച് അങ്ങ് കത്തിച്ച് തീ കത്തിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? നിങ്ങൾക്ക് അനുഭവം വരാനൊക്കും. നിങ്ങൾക്ക് ആ സ്ത്രീയുടെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്കുള്ളതെല്ലാം ഇപ്രകാരം കൈകാര്യം ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നു വരാത്തിടത്തോളം കാലം ആ സ്ത്രീയുടെ ആത്മീയമായ അനുഭവം എന്താണെന്ന് ഒരു വിധത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനോ അതിലെന്തെങ്കിലും വെളിച്ചമുണ്ടെന്ന് തിരിച്ചറിയാനോ സാധ്യമല്ല. അപ്പോൾ നമ്മൾ ആ സ്ത്രീയെ പറ്റി കേൾക്കുകയാണ്. മാത്രമല്ല ആ സ്ത്രീയെ പറ്റി കേട്ടതിനനുസരിച്ച് പിന്നെ കേട്ട് 2000 വർഷം കൊണ്ട് കേട്ട് നമ്മളിങ്ങനെ പോകുകയാണ്. പക്ഷെ ആരും ആ അനുഭവത്തിലേക്ക് വരുന്നില്ല. മതമേഖലയിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കേൾവി മാത്രമാണ്. നമുക്ക് നമ്മുടേതായ യാതൊരു അനുഭവവും ഇതിനകത്തില്ല. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്ന് നിങ്ങൾ ദയവായി തിരിച്ചറിയണമെന്നാണ് യേശു പറയുന്നത്. നിങ്ങൾ അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? നിങ്ങൾ അന്വേഷിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കാകെപ്പാടെ അവശേഷിക്കുന്നത് ഒരുപിടി ആചാരങ്ങൾ മാത്രമാണ്. ഈ ആചാരങ്ങളിൽ ഒന്നും തന്നെ അനുഭവങ്ങളുടെ ഒരു കണിക പോലുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ മത ജീവിതത്തിൽ ജീവനുണ്ടാകുകയില്ല. ജീവൻ്റെ സ്വഭാവം, ജീവൻ്റെ ആധികാരികത എന്താണ്? അനുഭവങ്ങളിലാണ്. അനുഭവങ്ങളില്ലാത്ത ജീവിതത്തിൻ്റെ മേന്മ എന്താണ്? നിങ്ങളൊന്ന് ആലോചിക്കുക. അത് ഞാൻ പറഞ്ഞതുപോലെ തേങ്ങ ചിരട്ട മാത്രമാണ് എന്ന ഒരു ധാരണയ്ക്ക് അപ്പുറത്ത് കടക്കാൻ സാധ്യമല്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പോലും നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, പക്ഷേ പഠിപ്പിക്കുന്നത് എല്ലാറ്റിനെയും പറ്റി പഠിപ്പിക്കുന്നു. വി ടീച്ച് ദം എബൌട്ട് തിങ്സ്. അത് മതത്തിലും അങ്ങനെ തന്നെയാണ്. വി ടീച്ച് എബൌട്ട് ജീസസ്. അതുകൊണ്ട് ആരും യേശുവിനെ അനുഭവിക്കുകയോ അനുഭവത്തിൽ കൂടെ ആത്മാവിലും സത്യത്തിലും യേശുവിനെ തിരിച്ചറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്തത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം പ്രവേശിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല എന്നതാണ് ഈ മരിച്ചവരുടെ അനുഭവമല്ല, മരിച്ചവരുടെ അവസ്ഥ. മരിച്ചവരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് വിരോധാഭാസമാകും. ഓക്സിമോറോൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. വിരോധാഭാസം. മരിച്ചവർക്ക് അനുഭവമില്ല, മരിച്ചവർക്ക് അവസ്ഥ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ക്രിസ്ത്യാനികളായ വിശ്വാസികളെന്ന് പറയുന്ന നമുക്ക് അവസ്ഥയുണ്ട്, പക്ഷേ അനുഭവമില്ല. ഈ അവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി മാത്രം സഹായിക്കുന്ന കലാപരിപാടിയുടെ പേരാണ് ആചാരങ്ങൾ എന്നുള്ളത്. പക്ഷേ നമ്മൾ ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ആചാരങ്ങൾക്കാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ സീറോ മലബാർ സഭയിലെ ആളുകൾ ദിവ്യബലി അർപ്പിക്കുന്ന പുരോഹിതൻ
പടിഞ്ഞാട്ട് തിരിയണോ കിഴക്കോട്ട് തിരിയണോ എന്ന് പറഞ്ഞ് തമ്മിൽ തലകീറുന്നത് എന്നത് നാം മനസ്സിലാക്കിയാൽ ഞാൻ പറയുന്ന ആശയം എത്രമാത്രം യേശുവിൻ്റെ ആശയം എത്രമാത്രം പ്രസക്തവും ശ്രദ്ധേയവുമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഇതൊരു അനുഭവമാക്കി മനസ്സിലാക്കി അത് അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കിഴക്കോട്ട് തിരിഞ്ഞാലെന്ത്, പടിഞ്ഞാട്ട് തിരിഞ്ഞാലെന്ത്, വടക്കോട്ട് നോക്കിയാലെന്ത്, തെക്കോട്ട് നോക്കിയാലെന്ത്, ഒരു വ്യത്യാസമില്ല എന്ന് മനസ്സിലാവും. എന്നാൽ ഇതൊരാചാരം മാത്രമാണെങ്കിൽ കിഴക്കോട്ട് നോക്കിയില്ലെങ്കിൽ എല്ലാം പോയി, പടിഞ്ഞാറോട്ട് നോക്കിയാൽ ദൈവം കോപം കൊണ്ട് കലി പിടിച്ച് തുള്ളി അവിടെ തൊഴിച്ച് ശരിയാക്കും എന്ന് തോന്നിപ്പോകും. ഈ മിഥ്യയ്ക്കൊരു മാറ്റം വരണമെങ്കിൽ നമ്മൾ എത്ര ആർഗ്യുമെൻ്റ് നടത്തിയാലും വാദങ്ങൾ ഉന്നയിച്ചാലും സാധ്യമല്ല. ഇതിൽ പെട്ടിരിക്കുന്ന ആളുകൾ അവരിപ്പോൾ വീണിരിക്കുന്ന പടുകുഴിയായ ആചാരത്തിൽ നിന്ന് അവരുടെ യഥാർത്ഥ ജീവൻ്റെ മർമ്മമായ അനുഭവത്തിലേക്ക് മുന്നേറുവാൻ അവരെ സഹായിക്കുന്നില്ല എങ്കിൽ, അതിന് വഴിയൊരുക്കപ്പെടുന്നില്ല എങ്കിൽ, പിന്നെ ഈ ഒരു നാണക്കേട് തുടർന്നുകൊണ്ടേയിരിക്കുകയല്ലാതെ യാതൊരു മാർഗവുമില്ല. അതുകൊണ്ടാണ് ഇതൊരു ഉണങ്ങാത്ത ഋണം പോലെ സീറോ മലബാർ സഭയുടെ മുഖത്ത് ഇതിരിക്കുന്നത് എന്നുകൂടെ മനസ്സിലാക്കുക. ഇതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല, പ്രയോജനമുള്ള ഒരു കാര്യവും ഇതിനകത്തില്ല. അതുകൊണ്ട് പ്രയോജനശൂന്യമായ കാര്യങ്ങൾക്കാണ്ട് വലിയ മാഹാത്മ്യമുണ്ടെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വലിയ വലിയ വിപ്ലവങ്ങളും പൊട്ടിത്തെറികളും തെരുവുയുദ്ധങ്ങളും നടത്തുന്നത്. അതുകൊണ്ട് മനുഷ്യജീവിതം, മനുഷ്യ വ്യക്തിത്വം കൂടുതൽ വഷളായിക്കൊണ്ടേയിരിക്കുന്നു, വെളിച്ചം ഇരുളായിക്കൊണ്ടിരിക്കുന്നു എന്നത് മർമ്മഭേദകമായ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമുക്ക് യേശുവിൻ്റെ പ്രസ്താവനയിലേക്കൊന്ന് മടങ്ങി വരാം. അന്വേഷിപ്പീൻ, നിങ്ങൾ കണ്ടെത്തും. അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകുക എന്നല്ല എൻ്റെ അർത്ഥം. മുൻപോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇതുവരെ നാം അനുഭവിച്ചിട്ടില്ലാത്ത, നാം അറിഞ്ഞിട്ടില്ലാത്ത അനുഭവങ്ങളിലേക്കും സാധ്യതകളിലേക്കും പ്രവേശിക്കുവാനിടയാകും. നാം എന്തുകൊണ്ടാണ് മുൻപോട്ട് പോകുവാൻ മടിക്കുന്നത്? പഴയതിനെ ഉപേക്ഷിക്കുവാൻ പേടിയായതുകൊണ്ടാണ്. പുതിയ സാധ്യതകളെ, പുതിയ അറിവുകളെ, പുതിയ അനുഭവങ്ങളെ, പുതിയ ചുമതലകളെ അഭിമുഖീകരിക്കാൻ നമുക്ക് നട്ടലില്ലാത്തത് കൊണ്ടാണ്, ആത്മധൈര്യമില്ലാത്തത് കൊണ്ടാണ്. എവിടെയെങ്കിലും അള്ളിപ്പിടിച്ച് കിടന്നാൽ അത് മതി എനിക്ക്. ഞാനിതിന് മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ മനുഷ്യ ആമാശയങ്ങളിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന വിരകളോട്, ആമാശയ വിരകളോട് ഞാൻ ഉപമിച്ചിട്ടുണ്ട്. ഈ ആമാശയത്തിൻ്റെ ഭിത്തിയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഞാഞ്ഞൂലുകൾ, വിരകൾക്ക് കണ്ണുമില്ല, കാതുമില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം അവർക്ക് ഇങ്ങനെ കടിച്ച് തൂങ്ങിക്കിടന്നാൽ മതി. അവർക്ക് വേണ്ട പോഷകം ആരുടെ വയറ്റിലാണോ കിടക്കുന്നത് ആ വയറ്റിൽ നിന്ന് അവർക്ക് പ്രാപിക്കാൻ കഴിയും. പലരും സഭകളോട് ബന്ധപ്പെടുത്തുന്നത് ഇപ്രകാരം തന്നെയാണ്. കണ്ണും വേണ്ട, കാതും വേണ്ട, കേൾക്കണ്ട, അറിയണ്ട, അവിടെ കടിച്ചു തൂങ്ങിക്കിടന്നാൽ എനിക്ക് വല്ലതും കിട്ടും. അപ്പം നാം വാസ്തവത്തിൽ മനുഷ്യ വ്യക്തിത്വങ്ങളുള്ളവരല്ല, മതഞാഞ്ഞൂലുകളാണ് എന്ന് തിരിച്ചറിയുക. ഞാൻ ആദ്യം പറഞ്ഞ ഉപമ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഒരു തേങ്ങയാണ്. ആ തേങ്ങ എന്ന് പറഞ്ഞ് ചിരട്ട മാത്രമല്ല, അതിനകത്ത് അധികം ഗുണമുള്ള മഹത്തരമായ സാധ്യതകളുണ്ട്. ഒന്ന് പൊട്ടിച്ചെങ്കിലും, ഒരിക്കലെങ്കിലും ഒന്ന് പൊട്ടിച്ച് നോക്കാനെങ്കിലും ധൈര്യം കാണിക്കുക. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, അന്വേഷിപ്പീൻ, നിങ്ങൾ കണ്ടെത്തും. അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യാത്തവർ മൃതപ്രായരാണ്. അവർക്കാകെപ്പാടെ ചെയ്യാവുന്നത് ഈ സാധ്യതകളെ കുഴിച്ചിട്ടിരിക്കുന്ന പരിശുദ്ധമായ ഇടമില്ലേ, അത് നമുക്ക് ആരാധനാലയം എന്ന് പറയാം, ദേവാലയം എന്ന് പറയാം, അതിവിശുദ്ധ സ്ഥലം എന്നൊക്കെ പറയാൻ കൊള്ളാം. പക്ഷേ അത് അർത്ഥമൊന്നുമില്ല. മനുഷ്യൻ്റെ സാധ്യതകളെ എവിടെയൊക്കെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് അതൊക്കെയും ശവപ്പറമ്പ് തന്നെയാണ്. അപ്പോൾ ആ അപ്രകാരമുള്ള സംവിധാനങ്ങളെ നിലനിർത്തുവാൻ മാത്രമേ ഇങ്ങനെയുള്ളവർക്ക് കഴിയുകയുള്ളൂ. യേശു ഒരു വ്യക്തിയെ ജീവനിലേക്കും സമൃദ്ധമായ ജീവനിലേക്കും വിളിക്കുമ്പോൾ അവൻ പറയുന്നു, ഞാൻ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിട്ടിട്ട് വരാം. കാരണം അവന് കിട്ടിയ താരിപ്പത് മാത്രമാണ്. ജീവൻ വേണ്ട, കുഴിച്ചിട്ടാൽ മതി. നീ ജീവനിൽ പ്രവേശിക്കേണ്ട. ആരെങ്കിലും കുഴിച്ചിട്ടുകൊണ്ട് നടന്നാൽ എല്ലാവരും പറയും അവൻ വളരെ വളരെ കർമ്മബോധമുള്ള, അപ്പനോട് വലിയ താല്പര്യമുള്ള ഒരു മകനാണ്, അവനെ കണ്ടു പഠിക്കണമെന്ന് പറയും. മനുഷ്യർക്ക് അത്രയുള്ള വിവേകമേ ഉള്ളൂ, വിവരമേ ഉള്ളൂ. അതുകൊണ്ടാണ്. എന്നാൽ
നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കണം? താല്പര്യം എന്തായിരിക്കണം? ജീവനിലേക്ക് പ്രവേശിക്കുക. ആത്മീയത എന്നതോ ജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള ആഹ്വാനമാണ്. അതുകൊണ്ടാണ് യേശു ജീവൻ്റെ വെളിച്ചമായും നിത്യജീവൻ്റെ അപ്പമായും വരികയും അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തത് എന്ന ഒരു യാഥാർത്ഥ്യം. അങ്ങനെ ജീവനിലേക്കുള്ള ആഹ്വാനമായി കടന്നു വന്ന ജീവൻ്റെ വെളിച്ചമായ യേശു, അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത അവൻ തന്നെ സൂചിപ്പിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നത് പോലെ കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കുവാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം ഈ അന്വേഷണത്തിൻ്റെ ആത്മാവായിരുന്നു, അന്വേഷണത്തിൻ്റെ ആവേശമായിരുന്നു. ആ ആവേശം കൊണ്ടാണ് അനേകം ആളുകളുടെ ജീവിതത്തിൽ ആശ്വാസവും പ്രത്യാശയും ജനിച്ചത്, അനേക വ്യക്തിത്വങ്ങൾ രൂപാന്തരപ്പെട്ടത്. ആ ആശ്വാസത്തിൻ്റെ മാറ്റൊലികൾ, ആ ആശ്വാസത്തിൻ്റെ നന്മ ഇപ്പോഴും മനുഷ്യരാശിയുടെ ജീവിതത്തിൽ തലമുറകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അതൊരു നിതാന്ത ആഹ്വാനമായി നമ്മയും അഭിമുഖീകരിക്കുന്നുണ്ട്. യേശു പറയുന്നു, അന്വേഷിപ്പീൻ, കണ്ടെത്തും. എവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം.